ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അതായത് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റായി തുടങ്ങുന്നതാണ്. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ റീഡിങ് നടക്കുന്ന സമയത്ത് കാർഡുകൾ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന പോസിറ്റീവായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. True feelings of your person. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? ഇതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 8 of Wands ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ മേ ബി നിങ്ങൾ ഈ വ്യക്തിയുമായൊരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തി മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു. ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഈ വ്യക്തി ഇങ്ങനെ ആലോചിച്ച് ശ്രമങ്ങളൊക്കെ തുടങ്ങിയത് മുതൽ നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരികയും ഒരു നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം എന്ന് കരുതുന്നു. പക്ഷേ ആ ഒരു നിമിഷം മുതൽ ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയം വരെ അവർ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കാതെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു നിങ്ങൾ പിരിയാനായിട്ട് ആ വ്യക്തി ചിന്തിച്ച ആ ഒരു നിമിഷം, അല്ലെങ്കിൽ പിരിഞ്ഞ ആ ഒരു നിമിഷം മുതൽ അവർ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ പലവിധ മറ്റ് സാഹചര്യങ്ങളിലൂടെയൊക്കെ ഫോക്കസ് ചെയ്ത് ആ വ്യക്തി ഇങ്ങനെ പോകാനായിട്ട് ശ്രമിച്ചിരുന്നു, മറ്റ് പലതിലേക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ട് പോകാനായിട്ട്. പക്ഷേ വളരെ സഡനായിട്ട് ആ വ്യക്തിയിലേക്കൊരു നെഗറ്റീവ് സംഭവം വന്നുകയായിരുന്നു. അതുപോലെ തന്നെ ഒരു പല സാഹചര്യങ്ങളിലൂടെ ആ വ്യക്തി കടന്നു പോവുകയും അങ്ങനെ പല പാഠങ്ങൾ ആ വ്യക്തി പഠിച്ചു എന്നാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ അവർ മനസ്സിലാക്കിയത് അപ്പോഴാണ്. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ്. അതായത് നിങ്ങൾക്കുള്ള ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു ബാലൻസ് തരാനായിട്ട് യൂണിവേഴ്സിൻ്റെ തന്നെ ഇങ്ങനെയൊരു ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു സിറ്റുവേഷൻ എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അതായത് അതുവഴി അവർ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കിയിട്ട് തിരിച്ചു നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വരണം. ഇതാണ് യൂണിവേഴ്സിൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു റിലേഷൻഷിപ്പിൽ എൻഡായിപ്പോയി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ മനസ്സിൽ വിചാരിച്ച ആ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിന് റീസ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അവരുടെ ലൈഫിൽ എല്ലാം കൊണ്ടും ഒരു ശൂന്യതയായിട്ട് വന്നു, അവർക്ക് റീസ്റ്റാർട്ട് ഉണ്ടാകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ നിങ്ങളെ വിട്ടിട്ട് പോയി അവർ, അപ്പോൾ അവരുടെ ലൈഫിൽ എല്ലാം കൊണ്ടും ഒരു ശൂന്യതയാണ് അവർക്ക്
അനുഭവപ്പെടുന്നത്. എല്ലാം അവർ നേടി, എല്ലാം അവരുടെ കൈകളിലുണ്ട്, എങ്കിലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഒരു ശൂന്യതയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിലെല്ലാം അവർക്ക് നഷ്ടമായി പോയി എന്നുള്ളൊരു ഫീലിങ്സാണ് അവർക്കുള്ളത്. സോ ഒരു ന്യൂ ബിഗിനിങ് ആണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതായത് അവർ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവരുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് നിങ്ങൾ എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ഈ സമയത്ത് ചിന്തിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളില്ലാത്ത സമയത്ത് അവരനുഭവിച്ചിട്ടുള്ള ആ ഒരു ട്രോമ തന്നെയാണ് ഇങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാരണവും. അവരെ ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുന്നത് ഇങ്ങനെ ആ ഒരു ലൈഫിൽ അവർ കടന്നുപോയ ട്രോമകളിലൂടെയൊക്കെ അവർ ഒത്തിരി ട്രോമകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ട്രോമകളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് തടസ്സങ്ങളുണ്ട്. നമുക്ക് പല തടസ്സങ്ങളും ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പല പ്രശ്നങ്ങളും ഭാവിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്ന സമയത്ത് പല തടസ്സങ്ങൾ വരും. അതേ തുടർന്ന് പല പ്രശ്നങ്ങളും വരാനുള്ളതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് തടസ്സങ്ങളുണ്ട്. മേ ബി അത് അവരുടെ ഒരു ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടു പോയതിലുള്ള സങ്കടമായിരിക്കാം, അല്ലെങ്കിൽ ഇനി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അവർ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഇതായിരിക്കാം. അതുമല്ലെങ്കിൽ തിരികെ വന്നാൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുമോ, അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഡൗട്ടായിരിക്കുമോ എന്നൊക്കെയാണ് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരാനായിട്ട് അവരെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പല പല വിചാരങ്ങൾ അവരെ ഇങ്ങനെ ഇട്ട് വട്ടം ചുഴറ്റി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിനെ. എന്തുകൊണ്ടും അവർക്ക് അത്രയധികം ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട്. അവർക്ക് അത്രയധികം തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് തുറന്ന് സംസാരിക്കണം, എല്ലാ കാര്യങ്ങളും സംസാരിക്കണം എന്ന് അവരാഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞു പോയ സമയത്തെക്കുറിച്ചും ഇപ്പോൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനെക്കുറിച്ചും എല്ലാം നിങ്ങളോട് ഈ വ്യക്തി തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. ചില വ്യക്തികളുടെ സഹായമൊക്കെ ഈ വ്യക്തി തേടുന്നുണ്ട്. മേ ബി അവരുടെയോ നിങ്ങളുടെയോ ഒരു ഫ്രണ്ട്സൊക്കെ ആയിരിക്കാം ആ വ്യക്തികളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ വേയിലൂടെയൊക്കെ മൂവ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി അവരുടെ ഒരു മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ആ ഒരു അവരുടെ ഒരു സമാധാനം നഷ്ടപ്പെട്ടു, ഒരു കാംനെസ് നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. സോ അവർ സ്പിരിച്വലി മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്രയും കാലം അവർ നിങ്ങളോട് ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിപ്പോയി എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മിതമായിട്ടുള്ളൊരു ഭയങ്കരമായ ഒരു വ്യാകുലതകളൊക്കെ, ഉത്കണ്ഠകളൊക്കെ ഈ സമയങ്ങളിൽ അവരുടെ ലൈഫിലൂടെ കടന്നു പോകുന്നു. ഭയങ്കര സ്ട്രഗിളായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അവരുടെ ലൈഫിലേക്ക് ഇനി ഒരിക്കലും നിങ്ങൾ തിരിച്ചു വരികയില്ലേ എന്നും, അതുപോലെ അവരെ വെറുത്തു പോയോ എന്നും ഒക്കെ അവരിങ്ങനെ ചിന്തിക്കുകയാണ്. പലവിധ കാര്യങ്ങൾ അവരിങ്ങനെ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ അവർ തന്നെയാണ് ഈ മിസ്റ്റേക്കുകളെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ ഒത്തിരി നിങ്ങളും ഈ സമയങ്ങളിൽ, അതായത് ഇവരുമായിട്ട് പിരിഞ്ഞു പോയ സമയങ്ങളിൽ ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങളിലൂടെ കടന്നുപോയി അതിനെയൊക്കെ തരണം ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. ഈ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരിക്കലും ഈ വ്യക്തിയെ വിട്ടു പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. ഇത്രയധികം ഒരു പെയിൻ തന്നിട്ട് പോലും എത്ര മറക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു വ്യക്തിയെ നിങ്ങൾ ഈ നിമിഷം വരെ വല്ലാതെ പ്രണയിക്കുന്നുണ്ട്. സോ ആ പ്രണയത്തിൻ്റെ ശക്തി ഇവിടെ കാണുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണമെന്ന് യൂണിവേഴ്സും ആഗ്രഹിക്കുന്നു. അതുപോലെ യൂണിവേഴ്സും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിയും അത്രയധികം ഡീപ്പായിട്ട് നിങ്ങളെ പ്രണയിക്കുകയാണ്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് ഈ വ്യക്തിയും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു പ്രണയം ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ഈ ആഴത്തിലുള്ള ഒരു
പ്രണയം ആണ് ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിയുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അതായത് അവർ നിങ്ങൾ വിചാരിക്കുക അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാലും, പക്ഷെ അവർ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട്, പലരോടായിട്ട് അന്വേഷിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഒരു ഇത് എന്നൊക്കെ, സ്റ്റാറ്റസ് എന്നൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ നമുക്ക് 2-3 ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുത്ത് നോക്കാം. എന്താണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ക്ലാരിഫിക്കേഷൻ, വ്യക്തി നൽകുന്ന ക്ലാരിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ക്ലാരിഫിക്കേഷൻസ് ഫസ്റ്റ് നമുക്ക് കണ്ടിരിക്കുന്ന ഈ 2 കാർഡുകളാണ്. അപ്പോൾ ഇതെല്ലാം ഫയർ എനർജീസാണ്. നമുക്ക് കൂടുതലും 3 ഫയർ എനർജീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫയർ എനർജീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും നല്ലൊരു ആഴത്തിലുള്ള ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ ക്ലാരിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഓൾറെഡി നമുക്കിവിടെ ജസ്റ്റിസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, വീണ്ടും അതെടുത്ത് പറയുകയാണ്. അതുപോലെ തന്നെ മേ ബി ഈ വ്യക്തിയുമായിട്ട് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ വരെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൂമെൻ്റാണിത്. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ വരെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൂമെൻ്റാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പല തോന്നലുകൾ നമുക്കുണ്ടാകാം. അത് നമുക്ക് എങ്ങനെ മനസ്സിലാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ അവർ നമ്മുടെ അടുത്തില്ലെങ്കിൽ കൂടിയും അവർ തൊട്ടടുത്തുള്ളവർ പോലെയും അവരുടെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അതൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള തോന്നലുകളാണ്. അതുപോലെ തന്നെ നമ്മളെ വിളിച്ചതുപോലെയും അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അവരുടെ ആബ്സെൻസിൽ തൊട്ടരികിലുള്ളതുപോലെയൊക്കെ ഒരു ഫീലിങ്സ് ഉണ്ടാകും. ഇതൊക്കെ ആ വ്യക്തിയും നിങ്ങളുമായിട്ടൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ അടയാളങ്ങളാണ് എന്ന് നിങ്ങളറിയുക. തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കുന്നത് അവരുടെ ലൈഫിൽ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് നിങ്ങളില്ലാത്തത് കൊണ്ടാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അവർ അന്ന് കണ്ണ് കിട്ടിയ അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്, ഇപ്പോൾ അവരുടെ കണ്ണ് തുറന്നു എന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും തകിടം മറിയുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. സോ അവരെന്തായാലും വേഗത്തിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നേരിട്ട് വരാൻ അവർക്ക് കഴിയുന്നില്ല. അതവരുടെ ഒരു പേഴ്സണലായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഈഗോ പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം. എന്തുമായാലും ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലാണ് അവരിപ്പോൾ കാണുന്നത്. പക്ഷേ മറ്റൊരു വഴിയിലൂടെ സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ സെക്കൻഡ് വേ എടുത്തിരിക്കുകയാണ് അവർ. മറ്റൊരു വഴിയിലൂടെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ കാണുന്നത്. മേ ബി ചില വ്യക്തികൾ വഴി അല്ലെങ്കിൽ ചില ഒരു സോഷ്യൽ മീഡിയ കോൺടാക്റ്റ് വഴിയോ എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് ഈ വ്യക്തി കോൺടാക്റ്റിൽ എത്തിച്ചേരും എന്നാണ് ഇവിടെ കാണുന്നത്. എന്തായാലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു വ്യക്തിയുടെ ഒരു വരവ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അതിലൂടെ കിട്ടാനായിട്ട് പോകുന്നത്. ആ വ്യക്തി കാർഡ് എടുത്താൽ നമുക്ക് ഡെവിൾ കാർഡ്. യെസ്, ആ വ്യക്തിയുടെ ഒരു തിരിച്ചുവരവ് തന്നെയായിരിക്കും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങളോട് പെരുമാറിയതുപോലെ ആയിരിക്കില്ല ആ ഒരു പെരുമാറ്റം. കാരണം അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഒത്തിരി അവർക്കുണ്ട്. അവർ വല്ലാണ്ടങ്ങ് ലൈഫ് എക്സ്പീരിയൻസ് നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ട് അവർ വല്ലാതെ അങ്ങ് മാറിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്കവിടെ പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പഴയതിലേക്കൊന്നും ഇനി അവർ തിരിച്ചു പോകത്തില്ല. അതെല്ലാം അവിടെ വിട്ടിട്ട് പുതിയൊരു മനുഷ്യനായതുപോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്ന് മനസ്സിലാക്കുക. അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കൂടി ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു സമയമായിട്ട് നിങ്ങൾ കണക്കാക്കണം. അപ്പോൾ ഈ സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വ്യക്തി എന്ത് മെസ്സേജസാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജസ് എന്തൊക്കെയാണ്? പേഴ്സൻ്റെ സോൾ മെസ്സേജസ്. ഓക്കെ, 5 കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കാർഡ്, ഗീവ് മീ അനദർ ചാൻസ്. അതെ, ആ വ്യക്തി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഒരു ചാൻസ് കൂടി തന്നാൽ. അപ്പോൾ നമ്മുടെ റീഡിങ്ങുമായിട്ട് വളരെയധികം കണക്ട് ചെയ്യുന്ന മെസ്സേജസാണ്.
നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എനിക്കൊരു ചാൻസ് പോലും തരണമെന്നാണ് ആ വ്യക്തി ആവശ്യപ്പെടുന്നത്. അവർ നിങ്ങളിലേക്ക് എത്തുകയാണെന്നാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതും അത് തന്നെയാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് കൂടി ഡിസിഷൻ എടുക്കാനുള്ളൊരു സമയമാണെന്നാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഗീവ് മീ അനദർ ചാൻസ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ചാൻസ് കൊടുക്കണോ വേണ്ടത് എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. യു ആർ മൈ ടിൻ ഫ്ലെയിം. ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കിയാണ് എൻ്റെ ടിൻ ഫ്ലെയിമാണ് നീ, ടിൻ ഫ്ലെയിം കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയാണ്. പ്ലീസ് ഫോർ ഗീവ് മീ, ഐ ആം സോറി. അപ്പോൾ ഈ വ്യക്തി ഓൾറെഡി തെറ്റുകളൊക്കെ തിരിച്ചു വരുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് ചോദിക്കുകയാണ് എന്നോട് ക്ഷമിച്ചാലും ഐ ആം വെരി സോറി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് അവർ. ഐ മിസ് യു വെരി ബാഡ്ലി. അവരുടെ ലൈഫിൽ അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. അപ്പോൾ ആ വ്യക്തിക്ക് കുറേ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട്. ഇതൊന്നും നിങ്ങൾ ഇതുവരെ ആ വ്യക്തി അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇനി അത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ പ്രോബ്ലംസൊക്കെ പറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഐ നെവർ ടോൾഡ് മീ അബൌട്ട് മൈ പ്രോബ്ലംസ്. ഒരിക്കലും എൻ്റെ പ്രോബ്ലംസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം എന്നാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് ആരെങ്കിലുമായിട്ടൊക്കെ റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.